ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ രാവിലെ തന്നെ വരുമ്പോൾ പമ്പിലൊന്നും വലിയ തിരക്കില്ല, പെട്രോളിനും ഡീസലിനും വില കൂട്ടി. ഇത് എന്നെ ബാധിക്കില്ല, കാരണം എനിക്ക് 2.5 ലക്ഷം രൂപ പെൻഷൻ ഉണ്ട്. എന്റെ പൊന്നു ദൈവമേ, ഈ അപ്പാപ്പൻ എന്തോന്നാ ഈ പറയണത്? സാധാരണക്കാരെ ബാധിക്കില്ലേ? എനിക്ക് ബാധിക്കില്ല. സാധാരണക്കാരെ എങ്ങനെ ബാധിക്കാൻ? അവർ കാറിൽ പോകണ്ട, സൈക്കിളിൽ പോകണം. കാശിന്റെ കഴപ്പാ. ആ, അപ്പാപ്പൻ സാധാരണക്കാരുടെ നെഞ്ചത്തടിക്കാൻ വന്നതാ. അപ്പാപ്പനല്ലേ തീരുമാനിക്കുന്നത് സാധാരണക്കാരെങ്ങനാ ജീവിക്കേണ്ടെന്ന്. ഈ പെട്രോളിന്റെ പോകാൻ യോഗ്യത ഉള്ളവൻ എന്നെ പോലെ ഉണ്ടാക്കിയെടുക്കും. പക്ഷെ വേറെ കാര്യമില്ലേ, പെട്രോളിന്റെ വില കൂടി എന്ന് പറഞ്ഞാൽ അത് സാധനങ്ങളുടെ വില കൂട്ടില്ലേ? ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു എഫക്ട് എനിത്തിങ്. സാധനങ്ങളുടെ വില കൂട്ടി ഇല്ല, എല്ലാം കൂടാൻ നോക്കില്ല. പെട്രോള് കുറഞ്ഞുകൊണ്ട് വരികയാണ്. അപ്പാപ്പന് അത്ര സങ്കടമാണെങ്കിൽ ആ പെൻഷൻ അങ്ങ് വേണ്ടാന്ന് വെച്ചേര്. ജനങ്ങളുടെ കാശല്ലേ തിന്നുന്നേ, ഉളുപ്പില്ലാതെ. അതിന്റെ നിക്ഷേപം കുറഞ്ഞുകൊണ്ട് വരികയാണ്. അപ്പൊ നമ്മൾ ഊറ്റിയെടുത്താണ് കൊടുക്കുന്നത്. കുറെ കഴിയുമ്പോൾ പെട്രോൾ ഉണ്ടാകത്തില്ല. കൊടുങ്കാറ്റിൽ ആന മാറിപ്പോയപ്പോഴും അവന്റെ അമ്മായപ്പന്റെ കോണവും മാറിയ കഥ. അതുകൊണ്ട് there is a requirement of putting a break to it. അതിനൊരു തടയിടേണ്ട ആവശ്യമാണ്. ഐ സപ്പോർട്ട് ദാറ്റ്. ഓ, അത് ശരി, ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. അങ്ങനെ ആയിരുന്നോ? ആ, എന്തായാലും അപ്പാപ്പന്റെ ഡയലോഗ് ഒക്കെ കേട്ടപ്പോഴാണ് എനിക്ക് താണ്ട ഈ സീൻ ഓർമ്മ വന്നത്. എന്റെ ഔട്ട്ഫിറ്റ് കണ്ടോ? 10 ലക്ഷം രൂപയുടെ വാച്ച്, 1 പവന്റെ മോതിരം, 2 പവന്റെ മാല, 10,000 രൂപയുടെ ചെരുപ്പ്. സർ, ബേസിക്കലി ഐ എം എ റിച്ച് മാൻ. ഷോ സം റെസ്പെക്ട്.